എന്തു പറ്റിയാണെന്തേ? എന്താന്നറിയില്ല, ഇടത്തെ കണ്ണ് തുടിക്കുന്നത് പോലെ. കണ്ണു തുടിക്കേ? ഇടത്തെ കണ്ണ് തുടിച്ച എന്തോ വലിയ ദോഷം വരാനെന്നാ പറയുന്നേ. എന്റെ ആനന്ദേ, നീ ഇക്കാലത്ത് ഇതൊക്കെ വിശ്വസിച്ചാണ് നടക്കുന്നത്? ആദ്യം എനിക്കും വിശ്വാസമില്ലായിരുന്നു, പിന്നെ എന്റെ അനുഭവങ്ങളാ വിശ്വാസമാക്കി മാറ്റിയത്. ഓക്കെ, ആയിക്കോട്ടെ. അല്ല, ഇപ്പൊ എന്ത് ദോഷം വരാൻ പോകുന്ന നീ പറയുന്നേ? അതെനിക്കറിയില്ല, പക്ഷേ കണ്ണിന്റെ തുടിപ്പ് മാറണമെങ്കിൽ കല്യാണിയുടെ കണ്ണുകളിൽ നോക്കണം. അതെനിക്കിഷ്ടപ്പെട്ടു. നിന്റെ കണ്ണിന്റെ തുടിപ്പ് മാറാനുള്ള മരുന്ന് കല്യാണിയുടെ കണ്ണുകൾ. അതെനിക്ക് നന്നായി ബോധിച്ചു. പോടാ അവിടുന്ന്. ഹലോ ഹലോ, കല്യാണിയോട് എന്റെ റൂമിലേക്ക് 2 കോഫി കൊണ്ടുവരാൻ പറ. ശരി സാർ. അല്ല, ആനന്ദ് റൂമിലുണ്ടോ? സാറിപ്പോ റൂമിലേക്ക് പോയി മാഡം. ഓക്കെ. ആനന്ദ്, പ്രിയങ്ക, നിനക്ക് സർപ്രൈസ് തരാനായിട്ട് ആനന്ദ് കുറെ പർച്ചേസ് ചെയ്ത് വന്നിരിക്കുക. കൊള്ളാവോ നോക്കി? ഇഷ്ടപ്പെട്ടോന്ന് നോക്കിയിട്ട് പറ. ആനന്ദ് എനിക്ക് വേണ്ടി പർച്ചേസ് ചെയ്തത് തന്നെ സത്യത്തിൽ എനിക്കൊരു സർപ്രൈസാ. സാരി നെക്ലേസും ഒക്കെ എന്റെ മനസ്സറിഞ്ഞ് വാങ്ങിയതുപോലെ ഉണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സർ, കോഫി. സർ, കോഫി. കല്യാണിയോട് കോഫി കൊണ്ടുവരാൻ പറഞ്ഞപ്പോ ഇവര് കോഫി കൊണ്ടുവന്നിരിക്കുന്നു. കല്യാണി അവിടെ പോയി. പ്രിയങ്ക ഉള്ളതുകൊണ്ട് ചോദിക്കാനും പറ്റില്ലല്ലോ. എന്തു പറ്റി ആനന്ദ്? പെട്ടെന്നങ്ങ് മൂഡ് ഓഫ് ആയല്ലോ. ഹേയ്, അതൊന്നുമില്ല പ്രിയങ്ക. ആനന്ദിന് കുറച്ചു നേരമായിട്ടെ കണ്ണ് തുടിക്കുന്നു, അതുകൊണ്ടാ. എന്റെ ഇടത്തെ കണ്ണ് തുടിക്കാൻ തുടങ്ങി. എന്തോ ദോഷം സംഭവിക്കാൻ പോകുന്നു എന്നൊരു തോന്നല്. ഇപ്പോ അത് മാറാൻ എന്താ വഴി? അതും കൂടി പറ. മാറാൻ ഇനിയൊരു മാജിക് മെഡിസിനേ ഉള്ളൂ. അതെന്റെ കൈ തന്നെ ഉണ്ട്. ഈ കണ്ണുകളിലേക്ക് കുറച്ചു നേരം നോക്കിയിരുന്നാൽ മതി. എന്റെ കണ്ണിന്റെ തുടിപ്പ് മാറിക്കിട്ടും. അതെ, പുറത്തേക്ക് ഇറങ്ങിയ ഒരു പക്ഷേ ശരിയാവും. നീ ഒന്ന് വന്നേ.
ആനന്ദേ, കല്യാണിയുടെ കണ്ണുകളെ നോക്കി തുടുപ്പ് മാറ്റാനല്ലേ ഈ പോകുന്നത്? പൊയ്ക്കോ, പക്ഷെ കല്യാണി ഹാളിൽ കാണില്ല. കല്യാണി തൃച്ചംബരം വിട്ട് എപ്പോഴേ പോയി. ഹാളിൽ കല്യാണിയും പ്രതീക്ഷിച്ചാണ് ഇരിപ്പെന്നറിയാം. പക്ഷെ കല്യാണി ഇനി കാണില്ല ആനന്ദൻ. അവള് പോയി കഴിഞ്ഞു, ഈ നാടും വീടും വിട്ട്. ആനന്ദേ, കല്യാണിയെ കാണുന്നില്ലല്ലോ. കണ്ണു തുടുപ്പ് കൂടിക്കൊണ്ടേയിരിക്കുന്നു. ഈ കല്യാണി ഇതെവിടെ പോയി? സുജാതെ, സർ. ആ, കല്യാണിയോട് ഒരു പുതിന ടീ കൊണ്ടുവരാൻ പറ. സർ, കല്യാണി ഇവിടെ ഇല്ല സർ. കല്യാണി ഇവിടെ ഇല്ലെന്നോ? എവിടെ പോയി? കല്യാണിയെ ദാസേട്ടൻ നാട്ടിലേക്ക് കൊണ്ടുപോയി. നാട്ടിലേക്ക് കൊണ്ടുപോയോ? എന്തിനാ? അതറിയില്ല സർ. അതിനെക്കുറിച്ച് ഞങ്ങളോടൊന്നും പറഞ്ഞില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, എന്റെ ഇടത്തെ കണ്ണ് തുടിക്കുന്നു, എന്തോ ആപത്ത് വരാൻ പോകുന്നെന്ന്. ഇവിടെ നിൽക്ക്. ആ ബാല, ആ ദാസേട്ടാ, കല്യാണിയെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ട്രെയിൻ കയറ്റി വിടണം. അതിനെന്താ ദാസേട്ടാ, നാട്ടിലേക്ക് പോകാനല്ലേ, ബസ്സിലോ ട്രെയിനിലോ ഞാൻ കയറ്റി വിട്ടേക്കാം. ആ, എന്നാ ഇത് വെച്ചോ. ആ വേണ്ട ദാസേട്ടാ. ആ, ഇരിക്കട്ടോ. എന്നാ ഞാൻ ഈ ഗ്ലാസ് ഒന്ന് കൊടുത്തിട്ട് വരാം. നടി, ഇത് വെച്ചോ. ആ, കയറ്. വലിയഞ്ഞാണല്ലോ, അച്ഛൻ കണ്ട. ഹലോ വലിയ കുഞ്ഞെ. ആ ദാസേട്ടാ, ദാസേട്ടനിപ്പോ എവിടെ? അത് കല്യാണി നാട്ടിലേക്ക് ബസ് കയറ്റി വിട്ടിട്ട് ഞാൻ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക. ഉടനെ എത്തും. കല്യാണിയെ ബസ് കയറ്റി വിട്ടെന്നോ? പക്ഷെ ഇത് കല്യാണിയുടെ ഫോണല്ലേ? അത് പിന്നെ നാട്ടിലേക്ക് പോകുന്ന ധൃതിയിൽ അവളെ ഫോൺ എൻ്റെ കയ്യിലായിപ്പോയി. എന്താ കുഞ്ഞെ, അത്യാവശ്യം എവിടെ പോകാനുണ്ടോ? ഞാനിപ്പോൾ അങ്ങ് എത്തും. ശരി ശരി, വീട്ടിലേക്ക് വരൂ, ഞാൻ പറയാം. ശരി വലിയ കുഞ്ഞെ.
എന്താ താമസം? കേറിക്കോ. അച്ഛാ, ഇനി ഒരു ദിവസം കൂടിയല്ലേ ഉള്ളൂ. നാളെ ഇവിടുത്തെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ പൊയ്ക്കോളാം അച്ഛാ. ഒറ്റൊരു ദിവസം കൂടി പ്ലീസ്. പറ്റില്ല. മാഡത്തിന് ദോഷം ചെയ്യുന്ന ഒരു കാര്യത്തിനും ഞാൻ കൂട്ടുനിൽക്കില്ല. ഉണ്ട ചോറിന് നന്ദി കാണിക്കാനേ ദാസ് പഠിച്ചിട്ടുള്ളൂ. പക്ഷേ നീ നന്ദി കെട്ടവളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ കൂടെ ഞാനും വന്നേനെ. എന്നോട് നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമാണോ കല്യാണി? എന്റെ മാനം കാത്ത ആളല്ലേ. എന്നും കല്യാണിക്ക് കരുതലും തണലുമായ ഈ ആളില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ലെന്നൊരു തോന്നല്. ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയം തീരുന്നതിന് മുമ്പ് കല്യാണി വന്ന് നിന്റെ മുമ്പിൽ നിന്നാൽ നിന്റെ മനസ്സിൽ കല്യാണിയോട് ഇഷ്ടമുണ്ടെന്ന് നീ സമ്മതിക്കോ? ഇതിനോട് പോയി എന്തു പറ്റി ആനന്ദ്? ഒറ്റയ്ക്കെന്താ ഇവിടെ വന്ന് നിൽക്കുന്നത്? പെട്ടെന്നൊരു മൂഡ് ഓഫ് പോലെ. വാട്ട് ഹാപ്പൻഡ്? ഏയ് ഒന്നുമില്ല, എനിക്കൊരു തലവേദന പോലെ. ഇപ്പൊ മാറിക്കോളും. അയ്യോ, അതെന്താ പെട്ടെന്നൊരു തലവേദന? നോക്കട്ടെ. പ്രിയങ്ക, എന്തായി കാണിക്കുന്നത്? കുഴപ്പമില്ലെന്ന് പറഞ്ഞില്ലേ? ഞാൻ വിളിക്കാം. ഒരു കുഞ്ഞൻ അറ്റാക്ക് വന്നതിന് ശേഷം അഖില ഭയങ്കര സ്ട്രിക്റ്റ്. ഭാര്യര് പറഞ്ഞതുപോലെ കല്യാണം ഒരു ഇരട്ടി മധുരമല്ലേ. വൈകിട്ട് ഫംഗ്ഷന് ഒരു പക്കി അടിച്ചാളെ. ആനന്ദ്, നമ്മുടെ കല്യാണത്തിന് ഇനി മണിക്കൂറുകളേ ഉള്ളൂ. ഇങ്ങനെ മൂഡ് ഓഫ് ആയി നിൽക്കാതെ കുറച്ചു നേരം പോയി റെസ്റ്റ് എടുക്ക. തലവേദനയൊക്കെ ഉടൻ മാറും. അല്ലെങ്കിൽ ബാമ്പുരട്ടാൻ വാങ്ങാം. പ്രിയങ്ക, ഞാൻ കുറച്ചു നേരം ഒന്ന് ഒറ്റയ്ക്ക് ഇരുന്നോട്ടെ. ജസ്റ്റ് ലീവ് മീ അലോൺ പ്ലീസ്. ഭാര്യര് ഒരു മിനിറ്റ്, ഞാൻ തിരിച്ചു വിളിക്കാം. അതെങ്ങനെയാ ആനന്ദിന് തലവേദന വരുമ്പോ എനിക്ക് മാറി നിൽക്കാൻ പറ്റുന്നേ? എനിക്കും ചില റൈറ്റ്സ് ഒക്കെ ഇല്ലേ? നാളെ ഈ സമയത്ത് ഈ കഴുത്തിൽ ആനന്ദ് കെട്ടിയ മിന്നുണ്ടാകും. അതിന്റെ അവകാശം വെച്ചാ ഞാൻ ഈ സംസാരിക്കുന്നത്. അവകാശമോ മാങ്ങാത്തൊലിയോ എന്ത് കുന്തോ ആയിക്കോട്ടെ, പ്ലീസ് ഇപ്പൊ ഒന്ന് പോയി തരാമോ? വെറുതെ മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കാതെ. ആനന്ദ്, ഞാൻ
അതുകൊള്ളാം. കല്യാണപ്പെണ്ണ് ഇവിടെ നിൽക്കുകയാണല്ലേ? അവിടെ കല്യാണപ്പെണ്ണിനെ കാണാനും അനുഗ്രഹിക്കാനും ഒക്കെ ബന്ധുക്കളും സുഹൃത്തുക്കളും വന്നു തുടങ്ങിയെന്ന് വർമ്മ വിളിച്ചിരുന്നു. മോള് വീട്ടിലേക്ക് ചെല്ല്. ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ്. മോളെങ്ങനെ വന്ന്? കാറിലെ അങ്കിൾ. ആ ദേ, കല്യാണ സമയം അടുക്കുമ്പോ വാഹനവും ഡ്രൈവിംഗും ഒഴിവാക്കണമെന്നാ പഴമക്കാർ പറയുന്നു. കാര്യമൊന്നും കാണില്ലായിരിക്കും. എന്നാൽ ഈ സമയത്ത് മോള് ഡ്രൈവ് ചെയ്യണ്ട. ഞാൻ ഡ്രൈവറെ കൂട്ടി വിടാം. വാ വാ. അച്ചു, നീ വെറുതെ മൂഡ് ഓഫ് ആവണ്ട. നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. ദേ നോക്ക്, മനസ്സിലൊരു നീറ്റലെങ്കിലും ബാക്കി വെക്കാതെ ഒരു പ്രണയവും ആരുടെ മനസ്സിൽ നിന്നും പടിയിറങ്ങി പോയിട്ടില്ല. ഓ അയ്യോ, നീ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട. ഒരാളുടെ വേർപാടോ മാറി നിൽക്കലോ നമ്മളെ മൂഡ് ഓഫ് ആക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ മനസ്സിലെ സ്ഥാനം അത്രയ്ക്ക് വലുതാണെന്ന് വേണം മനസ്സിലാക്കാൻ. നീ ഇനി എത്ര നിരസിച്ചാലും ഉണ്ടായിക്കഴിഞ്ഞ പ്രണയം പ്രണയമല്ലാതാകുന്നില്ല. നിന്റെ മനസ്സ് എനിക്കറിയാം, അതുകൊണ്ടാ. മനസ്സറിയാൻ പോലും മണ്ണാൻ കട്ട. എന്റെ ഉള്ളിലെ സങ്കടം കാണാൻ നിനക്ക് പറ്റിയിട്ടില്ല. അല്ലെങ്കിലും സങ്കടം പങ്കുവെക്കുന്നവനല്ല സുഹൃത്ത്, സങ്കടം മാറ്റാൻ കഴിവുള്ളവനായിരിക്കണം. അതിന് പറ്റിയിട്ടുണ്ടോ നിനക്ക് ഇതുവരെ? ഇല്ലല്ലോ. തൽക്കാലം എന്നൊന്ന് വിട്ടേക്ക് പ്ലീസ്. ആനന്ദേ, ഇതിപ്പോ ഞാൻ എന്ത് ചെയ്തു? ആനന്ദേ. ശബരി, ഇതെന്താ നിങ്ങളുടെ ബാച്ചിലേഴ്സ് പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞല്ലോ? ഓ, ഞാൻ അങ്ങനെ അറിഞ്ഞെന്നായിരിക്കും. പാർട്ടി നടത്തുന്ന ഹോട്ടലേ എന്റെ ക്ലാസ്മേറ്റിന്റെ. അത് ശരി, മോൻ ചെല്ല്. ഒന്നിനും ഒരു കുറവും വരുത്തണ്ട. വേണ്ട ഏർപ്പാടെല്ലാം അവര് ചെയ്തോളൂ. പിന്നെ ഞാൻ അറിഞ്ഞു എന്ന് വെച്ച് ഒന്നും കുറയ്ക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ. ചെല്ലു ചെല്ലു. എടാ, അവിടെ കാണാം. ശരി എന്നാ വരട്ടെ. ആനന്ദേ, എന്ത് പറ്റി എന്റെ മോന്? മനസ്സാകെ കലങ്ങി മറിഞ്ഞു കിടക്കുകയാണല്ലോ. എന്താ പറ്റിയെന്ന് അറിയില്ല ചാ. എന്താ പറയേണ്ടെന്നും അറിയില്ല. ചില സമയത്ത് ഈ ലോകത്ത് എന്നെ മനസ്സിലാക്കുന്ന ആരുമില്ലെന്നൊരു തോന്നല്. എന്ത് പറ്റി എന്റെ മോന്? മനസ്സാകെ കലങ്ങി മറിഞ്ഞു കിടക്കുകയാണല്ലോ. എന്താ പറ്റിയെന്ന് അറിയില്ല ചാ. എന്താ പറയേണ്ടെന്നും അറിയില്ല. ചില സമയത്ത് ഈ ലോകത്ത് എന്നെ മനസ്സിലാക്കുന്ന ആരുമില്ലെന്നൊരു തോന്നല്. അങ്ങനെ ഒരു തോന്നലെന്തിനാ? ഈ അച്ഛന് നിന്റെ മനസ്സ് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലെന്ന് എന്റെ മോൻ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അച്ഛാ, ഞാനത് എനിക്കറിയാം. നീ എന്നെ ഉദ്ദേശിച്ചല്ല അത് പറഞ്ഞു. നോക്ക്, ചില വാശികള്, ചില ഇഷ്ടങ്ങള്, ഇതൊക്കെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചിലപ്പോൾ മാറ്റി കളയാറില്ലേ? ഉണ്ടാകും. അതാണ് മോനെ ജീവിതം. മോൻ ചെല്ല്. കല്യാണിയോട് പ്രേമമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നല്ല, അറിയില്ല എന്ന് പറയാനേ എനിക്കറിയൂ.
ജ്യോത്സ്യം പറഞ്ഞത് മുഴുവനായിട്ടും തള്ളിക്കളയാൻ എനിക്ക് പറ്റുന്നില്ല. അതാ നേര്. എന്റെ മകൻ പറയുന്നത് എന്തും എനിക്ക് വിശ്വാസമായിരുന്നു. ആ ഡെമോ കല്യാണം എന്റെ മുന്നിൽ നിന്നും മറച്ചു വെക്കുന്നതുവരെ.